ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ അസുഖമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, ശ്വാസമുട്ടൊക്കെ നല്ലോണം കുറവുണ്ട്. അപ്പോൾ നാളെ നമുക്കൊന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഇക്കൊന്ന് പോയിട്ടുണ്ട് കേട്ടോ പണിക്ക്. പിന്നെ മക്കളെല്ലാവരും ഉണ്ട്, പിന്നെ ഉപ്പയുണ്ട് വീട്ടിൽ. അപ്പോൾ രാവിലെ തന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ നല്ല ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ സംഭവങ്ങളൊക്കെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തിരുമ്പാനും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഒന്ന് സോപ്പൊടിയിൽ ഇട്ട ശേഷം നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പുതിന നമ്മൾ കുറേ ദിവസമായി വാങ്ങിയിട്ട് ഏകദേശം ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസമൊക്കെ ഇട്ടിട്ട് നമ്മൾ നടേണ്ടതാണ്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ കുറച്ചൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. കുറേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും ചീഞ്ഞു പോകും കേട്ടോ. പുതിന എങ്ങനെ നട്ടിട്ടും പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, എന്താണെങ്കിലും പിടിച്ചു കിട്ടും കേട്ടോ. പിന്നെ ഒരു തൈയൊക്കെ പിടിച്ച് കിട്ടിയാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ എപ്പോഴും എടുക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന്ന് നമ്മളിങ്ങനെ എടുക്കുന്നിടത്തോളം അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പുതിയതെല്ലാം ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യാൽ. അപ്പോൾ ഒരാഴ്ച നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിനയില, അതിൻ്റെ വലിയ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 ദിവസം ഇട്ട് വെക്കുക. ഏകദേശം ഒരു 4 ദിവസം കൂടിപ്പോയ ഒരാഴ്ച, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരാഴ്ച ഇട്ട് വെച്ച ശേഷം ഇതേപോലെ ഒരു ചെടിച്ചട്ടിയിലോ മണ്ണിലോ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അത് 2 ഇതായിട്ട്, അതായത് ഒരു കുഴിയിൽ തന്നെ ഏകദേശം ഒരു 4-5 എണ്ണം വെക്കട്ടോ. എന്നാൽ മാത്രമേ ആ ഒന്നെങ്കിലും ഉണ്ടാവുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പാടാണ്. അപ്പം അങ്ങനെ നട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഞാനൊരു 5-6 എണ്ണം നട്ടതാണ്. പക്ഷെ ആ ഒരു ഒന്നാണ് പിടിച്ചിട്ടുള്ളൂ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു 5-6 എണ്ണമൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരു കുഴിയിൽ വെക്കുക, അതിലേതെങ്കിലും 1-2 പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം ഇതിന് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ മണ്ണ് ഉണ്ടെങ്കിൽ മണ്ണിൽ നടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നന്നായിട്ട് ആ ഒരു വേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കാം. മണ്ണാണ് നല്ലത് കേട്ടോ. നമുക്ക് ഇവിടെ മണ്ണില്ല, നമ്മളെ മുറ്റം മെറ്റൽ ഇതാക്കിയിട്ടുള്ളതാണ്. പിന്നെ സൈഡൊക്കെ കോൺക്രീറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് പിന്നെ സ്ഥലമല്ല മണ്ണില്ല കേട്ടോ ഇവിടെ ചുറ്റും. അതുകൊണ്ട് ചെടിച്ചട്ടിയിൽ തക്കാളിൻ്റെ ചോട്ടിൽ അതുപോലെ മുളകിൻ്റെ ചോട്ടിലൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെടിച്ചട്ടികളുണ്ട്, പക്ഷെ നമുക്ക് മണ്ണ് നിറക്കാൻ ഇവിടെ മണ്ണില്ല. അപ്പുറത്തുപ്പുറത്തൊക്കെ നല്ല മണ്ണല്ല ഇവിടെ. പിന്നെ ഉള്ളിടത്തൊക്കെ നല്ല കല്ലും പാറപ്പൊടി അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടി ക്യാരറ്റൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കാറിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഒളിപ്പിച്ച് വെച്ചിട്ടല്ല, കാറ് നിർത്തിയപ്പോൾ അങ്ങനെ കറക്റ്റ് ഇവിടെ ആയി പോയതാണ് കേട്ടോ. നമ്മളിവിടെ ഇതിന് ചുക്കിട്ടിക്കായി എന്ന് പറയും കേട്ടോ. വേറെ എന്തോ ഒരു പേരും കൂടി പറയും, ആ ഒരു പേര് എനിക്ക് ഓർമ്മല്ല. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ കുറേ ഇങ്ങനെ തിന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയപ്പോൾ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പഴുത്തിട്ടില്ല കേട്ടോ. നല്ലോണം പഴുത്ത് നല്ല കറുത്ത കളറാവും. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടില്ല, പക്ഷേ കുറച്ച് പേർക്കും ചെയ്തു ആ ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പുളിയും കയ്പും എല്ലാം കൂടി ചേർന്നൊരു ഇതാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരു ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം തിരുമ്പാനുണ്ടായിരുന്നു. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പഴയ തുണികൾ കുറച്ച് എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ്. കുറച്ച് കമ്പിക്കൂടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് നമുക്ക് മേലെ പോകണം. മേലെ ഇന്ന് കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ മേലെ നമ്മൾ ചകിരിയും അതുപോലെ തന്നെ വറകൊക്കെ അടിക്കുക സ്ഥലമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വറകൊക്കെ കഴിഞ്ഞു. ചകിരിയും ഈ ഒരു കാണുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 6 മാസമായി നമ്മൾ ചകിരി വാങ്ങിച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് മൊത്തം ചകിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറഞ്ഞ് നമ്മൾ കത്തിച്ച് ഇത്ര ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഒന്ന് അടിച്ച് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഉണങ്ങിക്കണു, പക്ഷെ ഇങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ട് നനവുണ്ട്. അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് ഒന്ന് മാറ്റിയിടണം, പരത്തിയിടണം. അപ്പോൾ പരത്തിയിട്ടല്ലേ ഉണങ്ങുള്ളൂ. അപ്പോൾ അത് ഇടാനുള്ള സ്ഥലം ആദ്യം ഒന്ന് അടിച്ചു വാരിട്ടോ. അങ്ങനെ അവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലാം ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട്, കാരണം അവിടെ ഈ ഒരു സൺസൈഡിൻ്റെ ഇതുള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു തണലായിരിക്കും. പിന്നെ മഴ പെയ്യുമ്പോൾ മഴയും നനയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വെയിൽ തട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് ഇട്ടിട്ടോ. 1-2 കുടിഞ്ഞെടുത്ത് പിന്നെ എനിക്ക് മടി, പിന്നെ ഞാൻ കാല് കൊണ്ട് നീക്കിയിട്ടു. പിന്നെ ഇത് മേലെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയിൽ പാമ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മുറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, ചകിരിയൊക്കെ കൂടി കിടക്കണോടത്തൊക്കെ പാമ്പുണ്ടാവും. മേലെ പിന്നെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല മേലെ, അതുകൊണ്ട് പിന്നെ ഞാൻ ധൈര്യത്തിലെടുത്തു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പല്ലിയും പഴുതാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കല്ലേ. പിന്നെ ചെറിയതായിട്ട് നനവും, പിന്നെ ചകിരിയാണെങ്കിൽ തന്നെ നനവല്ലേ, ഒരു തണുപ്പല്ലേ. അങ്ങനെ അതൊക്കെ മാറ്റി. പിന്നെ മീനിൻ്റെ പെട്ടികൾ ഇങ്ങനെ 4 വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പഴയ നമ്മളെ വാതിൽ, വീട് പണിയുന്ന സമയത്ത് നമ്മൾ വെക്കുമല്ലോ വാതിൽ, പട്ടിയൊന്നും കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലാണ് നമ്മൾ വിറകടിക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പെട്ടികളും ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒതുക്കി വെക്കുന്നുണ്ട്. ഇനി എന്തായാലും നമ്മളൊരു 2-3 ദിവസം കഴിഞ്ഞ് വിറക് വാങ്ങിക്കും.
അപ്പോൾ വായിക്കുന്ന സമയത്ത് പിന്നെ അതൊക്കെ പടം ഒന്ന് ഒതുക്കി വെക്കാൻ എന്തായാലും സമയം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം വിറക് കൊണ്ടുവന്ന് അടുക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ വാങ്ങിക്കും വിറക്. എപ്പോഴും വാങ്ങണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ മേലേക്ക് കയറ്റി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താത്ത വരും കേട്ടോ. എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല. ഒന്നാമത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ടെറസിൻ്റെ മേലേക്ക് വന്ന് ഇങ്ങനെ എടുക്കണ്ടേ, ഓരോന്നും കുറച്ച് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു താത്താനെ വെക്കാറുണ്ട്. പിന്നെ ചകിരി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാദുക്കുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു, പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ അങ്ങനെ തണലുണ്ട്. വെയിൽ വരുന്നതിന് മുന്നേ ഒന്ന് വേഗം ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ക്ലീനാക്കി എടുത്തുള്ള ആകെ ക്ഷീണിച്ചു. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി 2 റീൽസ് എടുത്തു. അല്ല പിന്നെ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് പിന്നെ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തീ കത്തിച്ചു. അപ്പോഴത്തേക്ക് ഇതാ 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ തിരുമ്പൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തീ കത്തിച്ച് വേഗം കഞ്ഞിക്ക് വെള്ളം വെച്ച ശേഷം വേഗം തന്നെ അടിച്ചു വരാൻ വേണ്ടി വന്നു. അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. മത്തനും പയറും കറിയും പിന്നെ ഉപ്പേരി എന്തായിരുന്നു, വഴുതനങ്ങ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചു വരാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഫൈസി തറവാട്ടിക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫാദു കുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആളത് സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഓറഞ്ചും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ ആ ഒരു വിഷമം കുറച്ച് നേരത്തിന് കണ്ട് പോവുമല്ലോ. അപ്പോൾ അത് കൊണ്ടേ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മാജിക് ബുക്കിൽ ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാനിത് ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി ചൂലും കൊണ്ട് തന്നെ ചെറിയ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ റാക്കിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൈസക്കുട്ടി ഒരു വരവ് വരുന്നുണ്ട്. സൈക്കിളിൽ നിന്ന് വീണിട്ട് എന്താ പറയുക, നെഞ്ചിൻ്റെ അവിടെയൊക്കെ മുറിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അവനെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അതായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വരും. ഒരു പൊരിച്ചിലാണ്, അതായത് ഇങ്ങനെ കളിക്കാനൊക്കെ ചെക്കന്മാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഇതായിരിക്കും. കാരണം ഒന്നാമത് കളിക്കാനിപ്പോൾ സമയമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പോകണില്ല. പിന്നെ വന്നത് ഡ്രസ്സ് ഊരി നോക്കിയപ്പോൾ ഇവിടെ നന്നായിട്ട് ചെറുതായിട്ടൊരു മുറി ഉണ്ടായിരുന്നു വീണിട്ട്. ഒരു തറവാട്ടിലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം പോണ ചാലുണ്ട്. ആ ഒരു ചാലിക്ക് സൈക്കിളും കൊണ്ട് മറിഞ്ഞു എന്നൊക്കെയാണ് പറയണത്. അവൻ്റെ സൈക്കിളല്ല, അപ്പുറത്തെ കുട്ടീൻ്റെ വേറെ സൈക്കിൾ. അപ്പോൾ അത് കുറച്ച് വലിയ സൈക്കിളാണ്. അപ്പോൾ അതിലിരുന്നിട്ട് എന്താണെന്നറിയില്ല അങ്ങനെ വീണിക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഈ റൂമിലേക്ക് വന്നു. ഈ റൂമിൽ താഴെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് വേഗം തട്ടിക്കൊട്ടി അടിച്ചു വരട്ടെ കേട്ടോ. പിന്നെ കുറേ ദിവസമായി വിചാരിക്കണം ഈ ഒരു കട്ടിലൊന്ന് മാറ്റിയിട്ട് കട്ടിലിൻ്റെ ആ ഒരു അടിയൊന്ന് അടിച്ചു വരാമെന്ന്. നമ്മൾ ചൂലും കണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളമുള്ളത് വീതി ഉള്ളതുകൊണ്ട് അങ്ങേ അറ്റത്തേക്ക് കണ്ട് എത്തൂല കേട്ടോ. പകുതി മുക്കാലൊക്കെ എത്തും, പക്ഷേ അങ്ങേ അറ്റത്തേക്ക് എത്തൂല. അപ്പോൾ കട്ടിലൊന്ന് മാറ്റിയിട്ട് ഇതേപോലെ സൈഡൊന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അധികം സാധനങ്ങളൊന്നുമില്ല. സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ പേന, പെൻസിൽ, കട്ടർ, പിന്നെ നമ്മളെ കാണാതെ സ്ലൈഡോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. നമ്മുടെ പെരപ്പടി തുടങ്ങി അന്ന് എടുത്ത് വെച്ചാണ്, കളയാൻ തോന്നില്ല. പക്ഷേ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം വിശക്കുണ്ട് പറഞ്ഞിട്ട് മുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കറിയൊക്കെ ആവണമല്ലോ ഉള്ളൂ. അപ്പോൾ വിശക്കുണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് ചായയും പിന്നെ ഇപ്പാക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ചായയും പിന്നെ കുട്ടികൾക്ക് കുറച്ച് മുറുക്കൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച്, അത് കഴുകി വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഇതും ഒക്കെ പാടായപ്പോൾ നല്ല പാത്രങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് ഉള്ള പാത്രങ്ങൾ വേഗം കഴുകി വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറും മത്തനുമാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്ന. വഴുതനങ്ങ ഒരു ഉപ്പേരി പോലെ ആക്കാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാടാണ് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ നമ്മുടെ മത്തനൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളൊക്കെ വെള്ളം കളയേണ്ടി വരും. കാരണം വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാനായി. ഇത്രയും കാലം അപ്പോൾ ഇത് കേടുകൂടാതെ ഇരുന്നത് തന്നെ എന്തോ വലിയൊരു ഹയർ. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മത്തനൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരക്കുമ്പോൾ ഈ മസാലകളൊക്കെ ഇടും. എന്നിട്ട് നമ്മുടെ വെള്ളപ്പാറ അത്യാവശ്യം വെന്ത് വരുമ്പോൾ ഈ ഒരു മത്തനും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടി ഇടും. സാമ്പാർ പൊടിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. സാധാരണ മത്തനും പയറും വെക്കുമ്പോൾ സാമ്പാർ പൊടി ആരും ഇടാറില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഇടാറുണ്ട്.
അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങയും കൂടെ, തേങ്ങ വറുത്തരച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങയൊന്നും വറുക്കാനൊന്നും നിന്നില്ല, നമുക്ക് സമയമല്ലേ പ്രധാനം ടേസ്റ്റിനേക്കാൾ. അപ്പോൾ നമ്മൾ വറുക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ വെള്ളപ്പയർ വെന്തപ്പോൾ മത്തനും കഷ്ണങ്ങളും ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ബോക്സിൽ ഇതാ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ കുറേ ദിവസം ഇതൊന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കണു. ഇത് മാത്രം കേട്ടോ, ഫ്രിഡ്ജ് നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലാതെ കൂടെ അലക്കോലത്തായിട്ടില്ല. പക്ഷേ ഇതിൽ അടിയിൽ 2-3 ഒക്കെ ഇങ്ങനെ ചീഞ്ഞിട്ടുണ്ട്, നമ്മുടെ വഴുതനങ്ങയും ക്യാരറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലത് മാത്രം വെച്ചിട്ട് ചീഞ്ഞതൊക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് അത് നല്ലതുകൾ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി കൊട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം പോകാനും വേണ്ടിയിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് അരവണ പായസം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെടുത്ത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പായസം പോലെ ഇങ്ങനെ ഒഴുകി വരുന്നത്, അതാണ് നല്ല രസം. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയത് കുറച്ച് കട്ടയാണ് കേട്ടോ. അതെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല കേട്ടോ, കിട്ടുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. മറ്റേത് നല്ല രസം ഉണ്ടായിരുന്നു, കയ്യിലിങ്ങനെ ഒഴിച്ച പായസം പോലെ ഇങ്ങനെ ഒഴുകി വരും കേട്ടോ, അതാണ് നല്ല രസം. ഇതിങ്ങനെ ഒരു ശർക്കരയൊക്കെ ഇങ്ങനെ അവിടെ എവിടെയോ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ വഴുതനങ്ങ ഉപ്പേരി വെച്ചു, പിന്നെ മത്തനും പയറും കറി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ക്യാരറ്റ് ഉപ്പിലിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പൈസക്കുട്ടിക്ക് ഇപ്പോൾ ചോറ് വേണ്ട പറഞ്ഞു, കുറച്ച് പിന്നെ ചായയും മുറുക്കും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചോറ് വേണ്ട പറഞ്ഞിട്ട് അവൻ കഴിക്കണില്ല കേട്ടോ. ഞാനും ഫാദും ഇപ്പാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചിട്ട് ഇവരൊന്ന് ഉറക്കി കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പൈസ ഉറങ്ങി, ഫാദുക്കുട്ടി ഉറങ്ങി വരുമ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിളിച്ച് പറയട്ടെ, ഏകദേശം ഒരു നമ്മുടെ ആനമൂലിയൊക്കെ എത്താനാകുമ്പോൾ വിളിച്ച് പറയും. ഒരു 5 മിനിറ്റ് ദൂരമൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ച് പറയും കേട്ടോ. ചോറ് വിളമ്പ്, അല്ലെങ്കിൽ മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ തന്നിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തിട്ട് ചോറ് വിളമ്പ് എന്ന് വിളിച്ച് പറയും കേട്ടോ. കാരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വറക്കണ്ടേ. അപ്പോൾ അതോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്താറായി, ഓറഞ്ച് ജ്യൂസ് അടിക്ക്, പിന്നെ മുട്ട പൊരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് മീനില്ലല്ലോ, അതുകൊണ്ട് മുട്ട പൊരിക്കുന്നതാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ അങ്ങനെ മുട്ട കഴിക്കാറില്ല. മീൻ ഇറച്ചിയും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മുട്ട കഴിക്കാറുള്ളൂ. അപ്പോൾ ഓറഞ്ച് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ പഞ്ചസാര പൊടിക്കല്ല, മിക്സിൻ്റെ ജാറിൽ പഞ്ചസാരയും ഓറഞ്ചും ഒക്കെ തൊലി കളഞ്ഞിട്ടിട്ടുണ്ട്. ഒക്കെ വന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓറഞ്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്പുണ്ടാവും, അതുകൊണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉപ്പിലിട്ടതും ചോറും നമ്മുടെ മത്തനും കറിയും എല്ലാം കൂടി എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പാതക്കുട്ടീൻ്റെ ഉറക്കമൊക്കെ പോയി, ആളെ എഴുന്നേച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിൽ തന്നെ കടന്നുകൊണ്ട് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനെടുത്ത് റൂമിലേക്ക് കൊണ്ടേക്ക് കടത്തി. അങ്ങനെ ലാസ്റ്റ് ചോറ് കൊടുത്ത ശേഷം പിന്നെ ലാസ്റ്റാണ് കേട്ടോ മുട്ട പൊരിക്കുന്നത്. മുട്ടയും ചൂടോട് കൂടി കഴിക്കുന്നതാണ് രസം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മുട്ട ലാസ്റ്റാണ് കേട്ടോ പൊരിച്ചത്. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് കുറച്ച് പെപ്പർ പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഇക്കാക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇക്കാക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങൽ നടന്നില്ല, കുട്ടികളെന്തായാലും ഫാദുക്കുട്ടി എന്തായാലും ഉറങ്ങിയില്ല. പിന്നെ സെറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങി, പിന്നെ അവൾ നീച്ചു വന്നു. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ വേഗം ഒന്ന് തുടച്ചിട്ട് വേണം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മീൻ വണ്ടി കഴുകാൻ. മീൻ വണ്ടി കഴുകിയിട്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മേത്ത് ആവുമല്ലോ, ഡ്രസ്സ് മാറ്റേണ്ടി വരും. മീൻ വണ്ടി കഴിക്കുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ മേലേക്കാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.